സദ്വേഷണം ഇന്ന് നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന സംഘടനയുടെ പബ്ലിക് ഗ്രൂപ്പായ ആ ഗ്രൂപ്പിൽ വന്ന ഒരു അഭിപ്രായത്തെ സംബന്ധിച്ചുള്ള അതിനുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞ കാര്യവും അതിനുള്ള മറുപടി കൊടുത്തതും, അതായത് മറ്റാരുമല്ല, നമ്മുടെ കോഴിക്കോടുള്ള മണിലാൽ ദീക്ഷിത് പറഞ്ഞൊരു അഭിപ്രായത്തെ നമ്മുടെ ഡോക്ടർ ബീന എന്ന ബീന ചേച്ചി അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് രണ്ടും ഞാൻ കേൾപ്പിക്കാം. അതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് അത് പൂർണ്ണമായിട്ട്. കാരണം മറ്റൊന്നുമല്ലത്, ആ ഗ്രൂപ്പിൽ തന്നെ പറയാതിരുന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംശയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. എന്തുകൊണ്ട് ഷോർട്സ് ഇങ്ങനെ ഇറക്കുന്നു എന്നുള്ള ആ ഒരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്താൽ വാട്സാപ്പിൽ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ പിന്നീട് അത് ക്ലിയർ ചാറ്റ് ചെയ്യുമ്പോൾ വാട്സാപ്പിൽ നിന്ന് വോയിസ് പോകും. അതേസമയത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ആരെങ്കിലും അതുപോലെയുള്ള സംശയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ വീഡിയോ എടുത്തിട്ട് കൊടുക്കാം. അന്നേരം അത്രയും സമയം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഓരോരുത്തരായിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് സമയങ്ങൾ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കാദ്യം അദ്ദേഹം ചോദിച്ച ആ ഒരു ചോദ്യത്തിൻ്റെ അതൊന്ന് കേട്ടിട്ട് അതിൻ്റെ മറുപടിയും കൂടി കേട്ടിട്ട് നമുക്ക് അതിൻ്റെ നിജസ്ഥിതി പറയാം. അപ്പോൾ അതൊന്ന് കേൾക്കാം നമുക്ക്. സദ്ഗുരുവേ ശരണം. എനിക്ക് ചിറ്റേക്കാട് ചന്ദ്രബാബുവിനോട് ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ചിറ്റേക്കാട് ചന്ദ്രബാബുവിന് ഈ ഇടുന്ന ഗുരുവാണി അത് ആളുകൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാണ്ടായി പോവാണ്. കാരണം ചിറ്റേക്കാട് ചന്ദ്രബാബുവിന് ആദ്യത്തെ ഗുരുവാണി 1 മണിക്കൂർ ആദ്യത്തെ അത് നല്ല ഗുരുവാണിയാണ്. പിന്നീട് അരമണിക്കൂറിട്ട്, പിന്നീട് 15 മിനിറ്റ്, 1/4 മണിക്കൂറൊക്കെ ഇട്ട ഗുരുവാണികളുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു ഗുരുവാണിയാണ്. കാരണം ഇപ്പം നമ്മളൊരു മീറ്റിംഗ് വെക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വെക്കും, ആശ്രമ രീതിയാണ് പറയുന്നത്. മീറ്റിംഗ് വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു കുടുംബ മീറ്റിംഗ് അല്ലെങ്കിൽ വ്യാഴാഴ്ച പ്രാർത്ഥന ഒക്കെ വെക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗുരുവാണി വെക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഗുരുവാണി വെക്കുക എന്ന് പറഞ്ഞാൽ ആ ഗുരുവാണി മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ആ ഗുരുവാണി വേണം. ഇപ്പം നമ്മൾ എത്രയോ വിശ്വാസികൾ രാത്രി കിടക്കാൻ നേരത്തെ ഗുരുവാണി കേട്ടിട്ട് കിടക്കുന്ന വിശ്വാസികളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനൊരു ദിവസം രാത്രിയിൽ 1 മണിക്കൂർ ഗുരുവാണി കേട്ടിട്ടാണ് ഞാനും വീട്ടുകാരെല്ലാവരും മൊത്തം 1 മണിക്കൂർ ഗുരുവാണി കേട്ടിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. 10 മണിക്ക് വെച്ചാൽ 11 മണിക്ക് ഗുരുവാണി കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് വീട്ടുകാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് വീട്ടുകാർ അങ്ങനെ ഗുരുവാണി കേൾക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ 1 മിനിറ്റ് 2 മിനിറ്റുള്ള ഗുരുവാണി അത് വളരെയധികം നഷ്ടം സംഭവിക്കുകയാണ്. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മുറിച്ചാണ് ഇടുന്നത്. അപ്പോൾ ഈ മുറിയുടെ ബാക്കി കിട്ടണമെന്നില്ല. പിന്നെ ഇത് കൂട്ടി യോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. ഇപ്പം ഞാനിതൊക്കെ ഈ ഗുരുവാണി കാണുമ്പോൾ എനിക്ക് കൂട്ടി യോജിപ്പിക്കാൻ, എങ്ങനെ ഇത് കൂട്ടി യോജിപ്പിക്കുന്നുള്ളതിലാണ്. എന്നാൽ എഡിറ്റിങ് കൊടുക്കണം, നമ്മളെല്ലാം സംവിധാനം ഇല്ല. അത് പുറത്ത് കൊടുത്ത് എഡിറ്റിങ് ചെയ്യണം. അപ്പോൾ ഈ ഗുരുവാണി നമുക്ക് അത് വളരെയധികം ഉപയോഗശൂന്യമായിട്ടാണ് ഇത് പോകുന്നത്. ഇത് 1 മിനിറ്റ് കേട്ട് ചിലപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണ ഒരു ഗുരുവാണിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു വീട്ടുകാരായാലും, നമ്മളൊരു കമ്മിറ്റി ആയാലും, നമ്മൾ ആശ്രമ ചിട്ടയിലായാലും, എങ്ങനെ ആയാലും മിനിമം ഗുരുവാണി വെക്കുന്നത് 15 മിനിറ്റെങ്കിലും മിനിമം വേണം. അതിന് മുമ്പൊക്കെ ഇറക്കിയ ഗുരുവാണികളിലൊക്കെ അതിലുണ്ട് 15 മിനിറ്റ് ഉണ്ട്, ചിലത് അരമണിക്കൂറുണ്ട്. അത് 1 മണിക്കൂറായാലും 3 കുഴപ്പമില്ല. 1 മണിക്കൂർ ഗുരുവാണി കേൾക്കുന്ന ആൾക്കാരുണ്ട്, അരമണിക്കൂർ ഗുരുവാണി കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇത് 1 മിനിറ്റ് ഇടുമ്പം ഈ ഗുരുവാണിൻ്റെ നല്ല നല്ല ഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയാണ് ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നതും ചന്ദ്രബാബുവിനോട് പറയാനുള്ളത്, ഈ ഗുരുവാണിയൊക്കെ കഴിയുന്നത് ഒരു 15 മിനിറ്റുള്ള ഗുരുവാണിയെങ്കിലും ഇടണം. എങ്കിൽ അത് ജനങ്ങൾക്കൊരു ഉപകാരമാവുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് ഗുരുവാണികൾ നഷ്ടം സംഭവിച്ച് ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് ഇത്രത്തോളം ഇട്ട ഗുരുവാണി അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 1 മിനിറ്റ് ഇടാൻ തുടങ്ങിയ ഗുരുവാണികൾ കൂട്ടി യോജിപ്പിച്ച് കഴിയുന്നതും ഒരു 15 മിനിറ്റെങ്കിലും ദൈർഘ്യമുള്ളൊരു ഗുരുവാണി ഇടുന്നത് അത് വിശ്വാസികൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. മറ്റേത് ഇതൊരു നഷ്ടമാണ്. കാരണം ഒരു ഗുരുവാണി നമ്മൾ വീട്ടിലെല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഗുരുവാണി വെക്കണം? അത് മൊബൈൽ സ്പേസ് നഷ്ടപ്പെടുകയും ചെയ്യണം. നമ്മൾ 15 മിനിറ്റ് ഒരു ഗുരുവാണി സേവ് ചെയ്യണതിന് ഇത് 15 ഗുരുവാണികൾ നമ്മൾ സേവ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ പരിഹരിക്കുക. ഓക്കെ, സദ്ഗുരു ശരണം. അപ്പോൾ ഇതിൻ്റെ മറുപടി, കാരണം ഇദ്ദേഹം ഇത് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി ഞാൻ പറയാം, പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ്
ഇതിന് ഈ ബീന ചേച്ചി, ഡോക്ടർ ബീന എന്ന ബീന ചേച്ചി കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോരായ്മ ഉള്ള ഭാഗം കൂടി ഞാനത് പൂർത്തീകരിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ അതും കൂടി കേട്ടിട്ട് പറയാം. ഗിരീശെന്ന ഈ വരുന്ന ഷോർട്സ് ആയിട്ട് 3 മിനിറ്റ് വീതം വരുന്ന എല്ലാ ഗുരുവാണികളും നമ്മൾ ആൾറെഡി ഇത് സംഘടനയുടെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതും പിന്നെ നമ്മുടെ ബുക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുവാണി ഭാഗം 2 എന്ന ബുക്കിൽ ഉള്ളതാണ്. അത് എല്ലാം ഈ ഗുരുവാണിയിൽ എഴുതുന്നുമുണ്ട്. ഇന്നത്തെ ഗുരുവാണി നോക്കുകയാണെങ്കിൽ ഗുരുവാണി ബുക്ക് ഭാഗം 2 അധ്യായം 38, ബുക്കിലാണെങ്കിൽ പേജ് 133 ഇത്രയും പറഞ്ഞിട്ടുമുണ്ട് അതിൽ. അപ്പം നമുക്ക് മൊത്തം ഗുരുവാണി കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് 38ാമത്തെ ഗുരുവാണി എടുത്ത് കേട്ടാൽ മതി. ഇത് ഷോർട്സ് രാവിലെ ഇടാൻ തുടങ്ങിയത്, ഷോർട്സിൽ 3 മിനിറ്റ് മാത്രമേ നിൽക്കത്തുള്ളൂ. ഷോർട്സ് രാവിലെ ഇടാൻ തുടങ്ങിയത് ഒരുപാട് വിശ്വാസികളെ വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും, പക്ഷേ എല്ലാവർക്കും രാവിലത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഗുരുവിൻ്റെ ശബ്ദം ഒന്ന് അവരുടെ വീട്ടിൽ കേൾക്കാൻ, അവരുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പോസിറ്റീവ് ആണ് ഫീൽ ചെയ്യുന്നതെന്ന് ഒരുപാട് വിശ്വാസികൾ വിളിച്ചു പറഞ്ഞു. ഇത് ഇത്രയും വളരെ വലിയ ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ ചെയ്യുന്നത്, രാവിലെ ഗുരുവാണി ഷോർട്സ് വരുന്നതെന്ന് പറഞ്ഞു. ഇത് ഷോർട്സ് ആയിട്ട് മാത്രമല്ല, ഇത് ആൾറെഡി യൂട്യൂബിൽ ഉള്ളതാണ്. അധ്യായം 38 എന്ന് എഴുതിയേക്കുന്നത്. അതായത് യൂട്യൂബിലെ ഗുരുവാണി 38 എടുത്താൽ ഇത് മൊത്തത്തിൽ കേൾക്കാൻ പറ്റും. അത് മുറിക്കുന്നതെന്ന് വെച്ചാൽ ശിഷ്യൻ സംസാരിക്കുന്ന ഭാഗം മാറ്റിയിട്ട് ഗുരു സംസാരിക്കുന്നത് മാത്രം ആണ് ഇട്ടിരിക്കുന്നത്. മൊത്തം കേൾക്കണം എന്നുള്ളവർക്ക് ആ ഗുരുവാണി ഫുൾ എടുത്ത് കേൾക്കാൻ പറ്റും. ഗുരുവാണി ഭാഗം 2 എന്ന ബുക്ക് വാങ്ങിച്ചാൽ എന്തെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ ബുക്കിൽ വായിച്ച് മനസ്സിലാക്കാനും പറ്റും. ആദ്യം ഗുരുവാണി ഭാഗം 1 എന്ന ബുക്കിലുള്ളതാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗുരുവാണി ഭാഗം 2ലെയാണ് നടക്കുന്നത്. ഏത് അധ്യായമാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്, ബുക്കിലെ ഏത് പേജാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊത്തം കേൾക്കണം എന്നുള്ളവർക്ക് ആ നമ്പർ ഗുരുവാണി എടുത്ത് കേൾക്കണം, അപ്പോൾ മൊത്തം കേൾക്കാൻ പറ്റും. ഷോർട്സ് വരാൻ തുടങ്ങിയതിന് ശേഷം കുറേ പേര് നമ്മുടെ ബുക്ക് വാങ്ങിക്കുകയും ചെയ്തു. ഈ ഷോർട്സ് കേൾക്കുന്ന സമയത്ത് തന്നെ ബുക്ക് തുറന്ന് അത് വായിക്കുകയും ചെയ്യും. അപ്പം കേൾക്കുമ്പോൾ തന്നെ ഇത് നോക്കുമ്പോൾ കുറേ പേര് പറയുന്ന അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു. അതിന് കുറേ പേര് അഭിനന്ദിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇത് കേട്ടില്ലേ, ഇതാണ് മിനിച്ചേച്ചി പറഞ്ഞത്. അപ്പം നമ്മൾ യൂട്യൂബിൽ 1 മുതൽ 300 വരെയുള്ള ഗുരുവാണികൾ അത് തനതായ രീതിയിൽ തന്നെ ഗുരുവിൻ്റെ ആ ഒരു എത്ര മണിക്കൂറാണോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അത് എഡിറ്റ് ചെയ്യാത്ത വെച്ചാൽ സൗണ്ട് എഡിറ്റ് ചെയ്യാതെ നമ്മൾ 1 മുതൽ 300 വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗുരുവാണി ഭാഗം 1 ഇപ്പം നിലവിൽ ഗുരുവാണി ഭാഗം 2 ബുക്കുകൾ ഗുരുവിൻ്റെ ഗുരുവാണികളാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന അതിനെ ബേസ് ചെയ്താണ് ഈ ഗുരുവാണികൾ ഇറക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോകൾ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ ദൈർഘ്യമുള്ളത് തൊട്ട് അരമണിക്കൂർ, 1/4 മണിക്കൂർ ഉള്ള ഗുരുവാണികളാണ് നമ്മൾ യൂട്യൂബിൽ ഈ പറഞ്ഞ 300 എണ്ണം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗുരുവാണി ഭാഗം 1 എന്ന് പറഞ്ഞാൽ ഏകദേശം അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം. അതായത് ഞാനിവിടെ ഇടാം, ഇത് കണ്ടില്ലേ, ഇത് ശാന്തിഗിരിയിൽ നിന്ന് ഗുരുവാണി എന്ന് പറഞ്ഞ് അവരിറക്കുന്ന ഗുരുവാണികളാണ്. ഇതെല്ലാം ഗുരുവാണികളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ ഈ ഗുരുരത്നസ്വാമിയുടെ ചേട്ടനായ അനിൽ ചേർത്തല അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളെല്ലാം അവരുടെ കാര്യങ്ങൾക്ക് ഉപകാരപ്രദമായ പല വാക്കുകളും എഴുതിയിട്ട് ഗുരുവാണി എന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ശബ്ദം ഗുരുവിൻ്റെ തനതായ രീതിയിൽ അത് എല്ലാ ദിവസവും രാവിലെ ആളുകൾ കൃത്യം 6 മണിക്ക് നമ്മൾ അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ കൃത്യം 6 മണിക്ക് തന്നെ അതെല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ കേൾക്കത്തക്ക രീതിയിലാണ് ഗുരുവിൻ്റെ ശബ്ദം. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ 2 രീതിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. യൂട്യൂബിലായാലും ഉള്ള ഫേസ്ബുക്കിലായാലും ഉള്ള 2 രീതിയിലാണ്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര ദൈർഘ്യം വേണേലും ആ വീഡിയോയിൽ ഉണ്ടാക്കാം നമുക്ക്. പക്ഷേ ഷോർട്സ് എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മുടെ ചാനലിൽ കിട്ടിയിരിക്കുന്ന മോട്ടിവേഷനായ നമ്മുടെ ചാനലിൽ കിട്ടിയിരിക്കുന്നത് 3 മിനിറ്റിനകമാണ്. 3 മിനിറ്റിനപ്പുറത്തേക്ക് ആ ഷോർട്സിന് അനുവദനീയമല്ല. അത് യൂട്യൂബിൻ്റെ പോളിസിയാണ്, നമ്മുടെ പോളിസിയല്ല.
നമ്മൾ 3 മിനിറ്റിൽ കൂടുതൽ വന്നാൽ അത് ഷോർട്സ് ആയിട്ട് അംഗീകരിക്കത്തില്ല. അപ്പം നമ്മൾ 2 മിനിറ്റും 59 സെക്കൻഡ് 2 മിനിറ്റ് 59 സെക്കൻഡിൽ നിർത്താനാണ് നോക്കുന്നതല്ല. അപ്പം അതിലൂടെ വേറൊരു പ്രത്യേകതകളുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗുരുവാണി ഇടുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകണമല്ലോ. ഒരു വിഷയത്തെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ട് അത് അവസാനിക്കുമ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാകണം ആൾക്കാർ. അപ്പം അങ്ങനെ നിർത്താൻ വേണ്ടി നമ്മൾ ഗുരുവാണികളിൽ നിന്ന് ആ ശിഷ്യൻ സംസാരിക്കുന്ന ഒഴിവാക്കിയിട്ട് ഗുരുവിൻ്റെ സംസാരം മാത്രം അത് എന്താ പറയുക എന്ന് വെച്ചാൽ അതിനൊരു മാറ്റം വരാത്ത രീതിയിൽ ഗ്യാപ്പൊക്കെ കളഞ്ഞുകൊണ്ട് ആ സംസാരത്തിലുള്ള കുറച്ച് ഗ്യാപ്പുകളൊക്കെ എന്ന് വെച്ചാൽ സംസാരമല്ല കളയുന്നത്, ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ വരുന്ന ആ ശബ്ദമില്ലാത്ത കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അത് രാധിക ചേച്ചിയാണ് ചെയ്യുന്നത്. സംഘടനയുടെ ട്രഷററായ രാധിക ബാലരാജാണ് ഈ ആശയം കൊണ്ടുവന്നതും ചേച്ചിയാണ് അതിനുവേണ്ടി ഒരു 90% കഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഒറിജിനൽ ഗുരുവാണിയെ റിലേറ്റ് ചെയ്താണ് ഷോർട്സ് ഇറക്കുന്നത് നമ്മൾ. അതിൽ നിങ്ങൾ നോക്കിതിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഇന്നത്തെ ഗുരുവാണി അത് എത്രാമത്തെ നമ്പറാണെന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഡേറ്റ് ഉണ്ട്, പിന്നെ സംഘടനയുടെ ലോഗോ. അതിൻ്റെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ഗുരുവാണി ഏത് ബുക്കിലുള്ളതാണെന്നുള്ളത്, 1-ാം ഭാഗമാണോ 2-ാം ഭാഗമാണെന്നുള്ളത്. അതിനടുത്തെന്ന് പറഞ്ഞാൽ അധ്യായം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഗുരുവാണി 8-ാം തീയതിത്തെ ഗുരുവാണി എന്ന് പറഞ്ഞാൽ ഇന്നിറങ്ങിയ ഗുരുവാണി 38-ാമത്തെ അധ്യായവും. 38-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ തൊട്ട് താഴെ പേജ് നമ്പറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായ? അതായത് 133-ാമത്തെ പേജിലാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഗുരുവാണി ഉണ്ട്, അത് ഈ അധ്യായം ഇതെല്ലാം നോക്കിയിട്ട് ഈ ഗുരുവാണി ഈ അധ്യായം നോക്കി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ പറയുന്ന ആ നമ്പറിലുള്ള ഗുരുവാണി സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് താഴെ പോയി നോക്കി സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണ രൂപം അതിലുണ്ട്. മനസ്സിലായ? അപ്പോൾ യൂട്യൂബ് നമുക്ക് തന്നിരിക്കുന്ന ആ 3 മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് ചെയ്യുന്നത്. ഇത് രണ്ടും 2 വേയിലാണ് സഞ്ചരിക്കുന്നത്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇതിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർക്ക് ഇത് നോട്ടിഫിക്കേഷൻ ചെല്ലും. അതുകൂടാതെ ഷോർട്സ് എന്ന് പറഞ്ഞാൽ അത് സബ്സ്ക്രൈബർ ചെയ്യാത്തവരുടെ ഇടയിലേക്കും ആ ഒരു ഇത് ചെല്ലും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ ഈ ചാനലിനെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ അറിയാൻ മേലത്തെങ്കിലും ഗുരുവാണി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചോ അറിയാത്തവർക്ക് ഈ ചാനൽ സെർച്ച് ചെയ്ത് കാണാനുള്ള ഒരു അവസരമാണത്. മനസ്സിലായ? അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ ഗുരുവാണി ഈ ബുക്ക് ഇറങ്ങിത്തീരുന്നത് വരെ ഇപ്പം 300 ഗുരുവാണികൾ നമ്മൾ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇനിയും ആയിരക്കണക്കിന് ഗുരുവാണികൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് അപ്ലോഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഗുരുവാണി പുസ്തക രൂപത്തിൽ ഇറക്കണം, പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഷോർട്സ് ആയിട്ട് ഇറക്കിത്തീരണം. മനസ്സിലായ? കാരണം ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ 100 ഗുരുവാണികൾ ഒറ്റയടിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തു. ആ 100 ഗുരുവാണികൾ അപ്ലോഡ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ പലരും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വെച്ചാൽ ചന്ദ്രവച്ചിട്ടാ ഇത് കേട്ട് തീർക്കാൻ പറ്റുന്നില്ല ഗുരുവാണികൾ, അപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇടുന്ന പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ആ സമയം ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുത്തേക്കണം. ഇപ്പോൾ 1 മാസം റെൻറ്റിനാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ട് അത് അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. മനസ്സിലായോ? ഇപ്പം 30 ദിവസം ഓരോ ഗുരുവാണികൾ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം എനിക്ക് 30 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മാസത്തെ ആ സബ്സ്ക്രിപ്ഷൻ നമ്മളെ തീർന്നു പോകും. ആദ്യകാലത്ത് മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് 100 ഗുരുവാണികൾ ഉടനെ ചെയ്ത് 1 മാസം കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ സമയം പോലെ കേട്ടാൽ മതി, യൂട്യൂബിൽ കിടക്കണമല്ലേ. ഇപ്പോൾ 1 മണിക്കൂറുള്ള ഗുരുവാണി നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് കേൾക്കാൻ പറ്റുള്ളൂ, 10 മിനിറ്റ് കേട്ടാൽ മതി. മനസ്സിലായോ? അപ്പോൾ അവിടെ ഗുരുവാണികൾ ഒറിജിനൽ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഷോർട്സായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡെയിലി രാവിലെ ഇപ്പോൾ ശാന്തിഗിരിയിൽ നിന്നിരുന്ന ഗുരുവാണി ഇത് സൈഡ് ഞാൻ കൊടുക്കാം. ഇന്ന് രാവിലെ 8-ാം തീയതി രാവിലെ ഒരു സ്വാമിജിയുടെ ഫേസ്ബുക്കിൽ വന്നതാണത്, അദ്ദേഹത്തിൻ്റെ പേരെല്ലാം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ വന്ന ഗുരുവാണി ഗുരുവിൻ്റെ ഒറിജിനൽ ഗുരുവാണിയാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അത് സാധ്യമല്ല. കാരണം ഗുരുവിൻ്റെ ഇതിൽ ഒരുപാട് മായവും കള്ളത്തരവും എല്ലാം വന്നത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് എന്താ പറയുക സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വന്നു. ഇങ്ങനെ ഗുരു പറഞ്ഞിട്ടുണ്ടോ ഗുരുവാണികളിൽ? പക്ഷെ ഗുരു പറയാത്ത ഗുരുവാണികൾ വരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതാണ്. മനസ്സിലായ? അപ്പോൾ അതൊക്കെ കള്ളത്തരത്തിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ഗുരുവിൻ്റെ തനതായ സൗണ്ടിൽ
3 മിനിറ്റിൽ താഴെ നമ്മൾക്ക് അനുവദിച്ചിരിക്കുന്ന ആ പരിമിതമായ സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഷോർട്സ് ആയിട്ട് ഇറക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇത് നമ്മൾ മുറിച്ച് ഇടുന്നതല്ല. നമുക്ക് അത്രയും അതിൽ പരിമിതിയുണ്ട് യൂട്യൂബ് തന്നിരിക്കുന്ന ആ ഒരു ഇതിൽ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണേലും ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര ലെങ്ത് വേണമെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. പക്ഷേ അത് റീൽസ് ആയിട്ട് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ഇത്രയും പോലും സമയമില്ല, വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ ചാനലിൻ്റെ അക്കൗണ്ട്, ഫേസ്ബുക്ക് പിന്നെ ഇതിൻ്റെ അക്കൗണ്ടിൽ അവർക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും പലർക്കും. ഇത് രണ്ടും രണ്ട് വഴിയിലാണ് പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്തേക്കണവും ലൈക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് നമ്മുടെ വീഡിയോ കിട്ടുള്ളൂ. അല്ലാതെ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും വന്നാൽ യൂട്യൂബോ ഫേസ്ബുക്കോ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വന്നാൽ മാത്രമാണ് മറ്റുള്ളവരേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനകത്ത് ഷോർട്സും റീൽസും ഇത് രണ്ടും എന്താ വെച്ചാൽ ഏത് ഇപ്പം എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ലൈക്ക് ചെയ്യാത്തവർക്കും ഒക്കെ ഫ്രണ്ട്സ് അല്ലാത്തവർക്കൊക്കെ ഇത് സ്പ്രെഡാവും. മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് വേണം നമ്മളിത് സംസാരിക്കാനായിട്ട്. അത് അറിയാൻ പാടില്ലാതെ സംസാരിച്ചതായിരിക്കാം. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഒന്നാലോചിച്ച് നോക്ക്. ഇതിൽ ആ കൊടുത്തിരിക്കുന്ന കാര്യം ഗുരുവിൻ്റെ ഗുരുവാണികൾ എഴുതിയെടുക്കാനുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് വലുതാണെന്നറിയോ? ഒരുപാട് ആബാലവൃദ്ധം ജനങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഗുരുവാണി ബുക്ക് ഇറങ്ങുന്നത്. ഇത് എന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിൽ കള്ളത്തരമൊന്നും ഇല്ലാതെ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ട്. മനസ്സിലായോ? ഈ ബുക്ക് തുറന്നു വെച്ചിട്ട് ഈ 38ാമത്തെ അധ്യായത്തിൽ ഗുരു സംസാരിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ ആ വോയിസ് കേട്ടുകൊണ്ട് നമുക്കിത് വായിക്കാം. മനസ്സിലായോ? ഒരു അക്ഷരം തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. മനസ്സിലായോ? സംഘടനയുടെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ സംഘടനയുടെ അഡ്രസ്സിലോ ഇന്ന ബുക്കിൽ ഇന്ന വശത്ത് അങ്ങനെയല്ല പറഞ്ഞിരിക്കണതെന്ന് നമുക്ക് ആർക്ക് വേണേലും പറയാതെ. മനസ്സിലായോ? പക്ഷേ അത്ര നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റായിട്ട് പല പ്രാവശ്യം പ്രൂഫ് റീഡ് ചെയ്തിട്ടാണ് ഇത് ഇറക്കുന്നത്. മനസ്സിലായോ? ഈ ബുക്ക് ഇറക്കുന്നതെന്ന് വെച്ചാൽ അതിലൊരു തെറ്റ് പോലും വരരുത്. നമ്മുടെ എന്താ പറയുക, യൂട്യൂബിൽ നാളെ ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മുടെ ബുക്ക് അതിലുണ്ടാകണം, ആ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടാകണം എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം അത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട്. ഇതൊരിക്കലും ഇതിലൊരു വെള്ളം ചേർക്കലോ ഒരു കള്ളത്തരം ഉണ്ടാവുകയോ ചെയ്യരുത്. മറ്റുള്ളവർ ചൂഷണം ചെയ്യാനായിട്ട് പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഗുരുവിൻ്റെ പേരും പറഞ്ഞ്. പക്ഷേ ഇനിയൊരു സമൂഹത്തിന് ഗുരുവിൻ്റെ പേരിൽ ആരും ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഗുരു പറഞ്ഞിരിക്കുന്ന തനതായ കാര്യങ്ങൾ എല്ലാവരും എത്തിക്കാൻ വേണ്ടി ഒരു വലിയ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. മനസ്സിലായ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലാഘവബുദ്ധിയോടെയല്ല നമ്മൾ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് ഗുരുവിൻ്റെ ഗുരുവാണികളെ വികലമാക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഗുരുവിൻ്റെ ഫുള്ള് ഓഡിയോ ഫുള്ളായിട്ടുള്ളത് കൊണ്ട് അത് തന്നെയല്ല അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഡെയിലി രാവിലെ ഗുരുവാണികൾ. ഇത് ഒരുപാട് പേര് വിളിച്ച് നമ്മളെ അഭിനന്ദിച്ചിട്ടുണ്ട്. അഭിനന്ദനം കേൾക്കാൻ വേണ്ടിയല്ല, പക്ഷേ അവർ പറഞ്ഞ നല്ലൊരു പ്രവർത്തനം. കാരണം രാവിലെ ആ പ്രാർത്ഥിച്ച് വന്നാൽ ഉടനെ ഗുരുവിൻ്റെ വോയിസിൽ ആ 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് 3 മിനിറ്റെങ്കിൽ 3 മിനിറ്റ് നമുക്കത് കേട്ടിട്ട് പ്രഭാതത്തിലുള്ള കർമ്മങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് വളരെ വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അത് നമുക്ക് സന്തോഷമുണ്ട് അങ്ങനെ പറയുന്നതിൽ. കാരണം കഷ്ടപ്പെട്ടിട്ടാണേലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. എന്താ പറയുക, എല്ലാവിധ ഇതുമുണ്ട് നമുക്ക്. കാരണം ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ഗുണകരമാകണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ മണ്ഡല ദീക്ഷിത് പറഞ്ഞ ആ ഒരു വോയിസിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല. അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചാണ് അദ്ദേഹം ചോദിച്ചത്. ആ അറിവ് വെച്ച് അതിനെ എന്തുകൊണ്ടാണ് കാര്യങ്ങളെന്നുള്ളത് ഇത്രയും വിശദീകരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. മനസ്സിലായോ? അപ്പോൾ സദ്ഗുരു ശർമ്മ.